കേക്കോടാണ് എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാൻ നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ചെറുപയർ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ചെറുപയർ കൊണ്ടുള്ള അടിപൊളി കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പതിവ് പോലെ തന്നെ മുട്ടയും പഞ്ചസാരയും എല്ലാം നമ്മൾ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയറാണ്. അപ്പോൾ ചെറുപയർ ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച ചെറുപയറാണ്. അതിനെ ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടിച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. ആ ചെറുപയറാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അരക്കപ്പ് ചെറുപയർ വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ അതിൽ കൂടുതൽ മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്കാണെങ്കിൽ അധികം മുട്ടയുടെ ടേസ്റ്റ് കേക്കിന് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് 2 മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല മുട്ട ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിന് പകരം തൈര് ചേർത്ത് കൊടുത്താലും മതിയാവേ. 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ മിക്സി ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പൊടിക്കാതെ ചേർത്താൽ മതിയാവും. അപ്പം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഇനി നമ്മൾ മുട്ടയും പഞ്ചസാരയും ചെറുപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഫൈനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പേസ്റ്റ് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പം ഏത് ഓയിലാണെങ്കിലും നിങ്ങൾ ചേർക്കേണ്ടത് 1/4 കപ്പാണ് കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ വാനില എസൻസ് ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ വാനില എസൻസ് ഇല്ല എങ്കിൽ അതിന് പകരം ഏലക്ക പൊടിച്ചത് ചേർത്താലും മതിയാവേ. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ച് ചേർക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ മൈദയൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു അരിപ്പയും കൂടെ അരിച്ച് നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ച് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിച്ച് ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലെന്ന് പറയുമ്പം 1 കപ്പ് പാലിന്റെ ആവശ്യം എന്തായാലും ഇല്ല. കാരണം നമ്മൾ ചെറുപയറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേവിച്ചല്ലേ നമ്മൾ ചേർത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ട്. അപ്പം ഒരു 3/4 കപ്പ് പാലെടുത്ത് വെച്ചേക്കുക. കുറേശ്ശെയായിട്ട് നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് 1/4 കപ്പ് പാൽ നമ്മുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് പാലോട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല തിക്കായിട്ടിരിക്കുകയാണ് നമ്മുടെ ബാറ്റർ. അപ്പം നമുക്കൊരു 1/4 കപ്പോട് ഒഴിക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 1/2 കപ്പ് പാലായിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പം പാലൊക്കെ ഒഴിച്ച് നമ്മുടെ ബാറ്റർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഇവിടെ 3/4 കപ്പ് പാലാണ് ആവശ്യം വന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം 1 2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പം നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും എക്സാക്റ്റ് ആയിട്ട് 3/4 കപ്പ് പാല് ചേർക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇനി ഞാനൊരു കാര്യം ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളറാണ്, ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കളർ ഞാനൊരു 2 to 3 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടാനായിട്ടാണ് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ അതിന് പകരം ജസ്റ്റ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി, തട്ടിയെടുത്താൽ മതിയാവുമേ. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്റർ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ ബാറ്റർ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് തട്ടി കൊടുക്കാം നമുക്ക്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഒന്ന് വെതറി കൊടുക്കാം. ഇനി അതെല്ലാം നിങ്ങളുടെ കോക്കനട്ട് നമ്മുടെ തേങ്ങ ഒന്ന് തിരുമ്മി ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നിങ്ങൾക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക രസമായിരിക്കും കാണാനേ. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ അവനിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 180°C പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണേ. അതിനുശേഷം ഒരു 30 to 40 മിനിറ്റ്സ് ആകുമ്പോഴത്തേനും നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കേക്ക് റെഡിയാവും. ഇനി നിങ്ങൾ അതല്ല കടായി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുക്കറാണെങ്കിലും ഒരു 40 മിനിറ്റ്സ് എടുക്കും. അതിൽ കൂടുതൽ ഒരു 40 to 45 മിനിറ്റ്സ് എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ കടായിലാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മിനിറ്റ്സ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് എത്ര മാത്രം വെന്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്, ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പേപ്പറൊക്കെ മാക്കി ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്കിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ടീ കേക്ക്? ചെറുപയർ കൊണ്ടുള്ള ടീ കേക്ക് അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാമേ. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് മിസ്സാകാതെ നിങ്ങൾക്ക് എല്ലാം കാണാനും പറ്റുമേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.